പത്തനംതിട്ട കുളനടയിൽ കരാട്ടെ പഠിക്കുന്ന തിരക്കിലാണ് ഒരു കൂട്ടം പെൺകുട്ടികൾ. കരാട്ടെ പരിശീലനം കൊണ്ട് ആത്മവിശ്വാസം കൂടിയെന്ന് പെൺകുട്ടികൾ പറയുന്നു. ഇക്കാലത്ത് പെൺകുട്ടികൾ കരാട്ടെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? സംസ്ഥാന സർക്കാരിന്റെ സുധീരം പദ്ധതി പ്രകാരം സൌജന്യമായിട്ടാണ് ഇവിടുത്തെ കരാട്ടെ പരിശീലനം. ഈ പെൺകുട്ടികൾ കഠിന പ്രയത്നത്തിലാണ്. സ്വയം പ്രതിരോധത്തിന് കരാട്ടെ ഉത്തമമെന്ന് മനസ്സിലാക്കിയാണ് പെൺകുട്ടികൾ കരാട്ടെ പരിശീലനത്തിനെത്തിയത്. നല്ല ക്ലാസ്സൊക്കെ നമുക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഇത് പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ സമൂഹത്തില് ഇതൊക്കെ അറിഞ്ഞിരിക്കണം പെണ്ണുങ്ങൾ. ഇപ്പോൾ എവിടെ പോയാലും നമുക്കൊരു സംരക്ഷണമായിട്ട് ഇതൊക്കെ അറിഞ്ഞാലാണ് പറ്റത്തുള്ളൂ. എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടൊരു ക്ലാസ് തന്നെയാണിത്. എത്രയോ പേര് വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുന്നു. ഒരാൾ വരുമ്പോൾ ഇടിക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടും, ഒരു പവർ. കൊള്ളാം, നല്ല രസമാണ്. ഈ വരുന്ന കാലത്ത് ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. ഡാൻസും പാട്ടും മാത്രമല്ല, ഇങ്ങനെയുള്ള ഡിഫൻസ് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. 6 മാസത്തെ പരിശീലനമാണ് പെൺകുട്ടികൾക്ക് നൽകുന്നത്. പരിശീലനം ആരംഭിച്ചിട്ട് ഇപ്പോൾ 3 ആഴ്ചയായി. കുളനട ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിലാണ് പരിശീലനം. ഇക്കാലത്ത് പെൺകുട്ടികൾ കരാട്ടെ പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഇപ്പോഴത്തെ തലമുറയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ കരാട്ടെ പഠിപ്പിക്കാൻ തന്നെ വിടും. പിള്ളേരെ പുറത്ത് വിടാൻ നമുക്കൊരു സമാധാനമുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ. പഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആണല്ലോ. എല്ലാ പഞ്ചായത്തിലും ഇത് കൊണ്ടുവരണം. ഈ വന്ന തലമുറയില് കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കരാട്ടെ. അവരുടെ സെൽഫായിട്ട് അവർക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അവരിത് പഠിച്ചേ മതിയാവൂ എന്നുള്ളൊരു സാഹചര്യമാണ്. പിടിച്ചു നിൽക്കാൻ ചെയ്യണം. അതിനുള്ള ആരോഗ്യവും എല്ലാം വേണം. സന്തോഷമേ ഉള്ളൂ. പെൺകുട്ടിയൊക്കെ വെളിയിലൊന്ന് ഇറങ്ങി നടക്കണമല്ലോ. രാജേഷ് കുമാർ, മനോജ് കുമാർ എന്നിവരാണ് കരാട്ടെ പരിശീലനം നൽകുന്നത്. മിക്സഡ് മാർഷൽ ആർട്സിലാണ് പരിശീലനം നൽകുന്നതെന്ന് ഇരുവരും പറഞ്ഞു. കുട്ടികൾ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാട്ടി കൂടുതൽ കുട്ടികളാണ് ഓരോ ആഴ്ച കഴിയുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, പെൺകുട്ടികൾ. അപ്പം നല്ല ഇപ്പം പേരൻസ് കൂടെ വന്ന് ബാക്കിൽ നിന്ന് ചെയ്യുന്നുണ്ട്. സ്ത്രീകളായിട്ടുള്ള മുതിർന്ന ആളുകളൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾ ബാഡായിട്ട് സംസാരിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും, ബാഡായിട്ട് ഒരാൾ ബോഡി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ മെന്റലി ആയാലും ഫിസിക്കലി നല്ലപോലെ ട്രെയിൻ ചെയ്ത് വരും. കരാട്ടെ, നിഞ്ച, കിക്ക് ബോക്സിംഗ്, ചൈനീസ് കുംഫു, പവർ യോഗ എന്നിവയിലാണ് പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്.